അല്ലമൽ ഇൻസാൻ, മനുഷ്യനെ എഴുത്തും വായനയും പഠിപ്പിച്ചു, അറിവില്ലാത്തത് പഠിപ്പിച്ചു. ഖുർആനിന്റെ ചർച്ച തന്നെ മനുഷ്യരെന്നതാണ്. ഖുർആനിന്റെ 96-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനം. ഖുർആനിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിന്റെ പേരെന്താ? അന്നാസ്. കുൽ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ ഇരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന ഒരു 4-5 ആളുകളുടെ ഉദാഹരണം എടുക്കുക. ഒരാൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്നു, ഒരാൾ വേളാങ്കണ്ണി മാതാവെ രക്ഷിക്കണേ എന്ന് പറയുന്നു, ഒരാൾ മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പറയുന്നു, വേറൊരാൾ മുരീഷയെ കാക്കണേ എന്ന് പറയുന്നു, വേറൊരാൾ യേശുക്രിസ്തുവെ രക്ഷിക്കണേ എന്ന് പറയുന്നു, വേറൊരാൾ ശ്രീരാമ രക്ഷിക്കണേ എന്ന് പറയുന്നു. അവരുടെയൊക്കെ ഇടയിൽ ഇരുന്നിട്ട് ഒരാൾ പറയുന്നു, ഇവരെയൊക്കെ സൃഷ്ടിച്ച, ലോകത്ത് മുഴുവനും സൃഷ്ടിച്ച മനുഷ്യരുടെ നാഥ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇതിലേതാണ് പ്രത്യേകമായി നോട്ട് ചെയ്യുന്ന പ്രാർത്ഥന? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അണ്ടോ മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ മുസ്ലിമീൻ, മലിക്കുൽ മുസ്ലിമീൻ. അങ്ങനെയല്ല, മനുഷ്യരുടെ രാജാവ്, മനുഷ്യരുടെ ആരാധ്യൻ, മനുഷ്യരുടെ ദൈവം. അതുകൊണ്ട് മനുഷ്യരുടെ ദൈവമേ, ഞാൻ നിന്നോട് അഭയം തേടുന്നു. എത്ര ഉജ്ജ്വലമാണ് ഖുർആനിലെ 114-ാം അധ്യായം. എത്ര ശ്രേയസ്കരമാണ്. മനുഷ്യരൊന്ന് ആലോചിക്കണ്ടേ? ഇങ്ങനെയുള്ള ഏറ്റവും മൂർത്തമായ ഒരാചാരത്തെ, ഒരനുഷ്ഠാനത്തെ നെഞ്ചിലേറ്റിയവരാണ് നമ്മൾ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ. നോക്കൂ ഖുർആനിലെ മറ്റൊരു വാചകം. ഖുർആനിന്റെ 14-ാം അധ്യായം, ഇന്ന് ഓതിയ അധ്യായം. ഇപ്പൊ ഇശാക്ക് നമ്മൾ കേട്ട സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം. അതിൽ 1-ാമത്തെ വചനം തന്നെ എന്താണ്? അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ ലിതുഖ്രിജൻ നാസ. ജനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ. ഭാസ്കരനെ, സുരേന്ദ്രനെ, ദേവദാസിനെ, അഹമ്മദിനെ, പോക്കറിനെ, ആയിഷയെ, ആമിനക്കുട്ടി, എല്ലാവരെയും ഉണ്ടോ? മനുഷ്യകുലത്തെ മുഴുവനും 714 കോടി മനുഷ്യരെയും പുറത്തു കൊണ്ടുവരാൻ. ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഈ സൂറത്ത് ഇബ്രാഹിമിന്റെ അവസാനത്തെ വാചകം എന്തറിയോ? നമ്മൾ ഇന്ന് കേട്ടെ 52-ാമത്തെ വചനം. 14-ാം അധ്യായത്തിൽ 52-ാമത്തെ വചനം അവസാനിക്കുന്ന അത്ഭുതമാണ്. ഹാദാ ബലാഉൽ ലിന്നാസ്. നോക്കൂ, ഹാദാ ബലാഉൽ ലിന്നാസ്. ഈ ഖുർആൻ ഇത് ജനങ്ങൾക്കുള്ളൊരു ഉത്ബോധനമാണ്, മുസ്ലിങ്ങൾക്കുള്ളല്ല. ഖത്തറിലോ അല്ലെങ്കിൽ കുവൈത്തിലോ അല്ലെങ്കിൽ ബഹ്റൈനിലോ UAE-യിലോ അതുപോലെ സൗദി അറേബ്യയിൽ, അങ്ങനെയല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള ഉത്ബോധനം. ഹാദാ ബലാഉൽ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹു വാഹിദ്. നമ്മുടെ ആരാധ്യൻ ഏക ആരാധ്യനാണ് എന്ന് അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി മനുഷ്യർക്കാകമാനമുള്ള ഉത്ബോധന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. അങ്ങനെ മുസ്ലിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? ബാലേട്ടതാ ഒന്ന് വായിച്ചു നോക്ക് ദേവാ, നോക്ക്, ഇതാ നിനക്ക് വേണ്ടി നിന്റെ ദൈവം നിന്നോട് സംസാരിക്കും. വല്ലാത്തൊരു കാര്യമല്ലേ അത്? മെസ്സേജ് വരുന്നു നമ്മുടെ ഫോണുകളിൽ, നമ്മൾ വേഗത്തിലെടുത്ത് നോക്കുന്ന എവിടുന്ന മെസ്സേജ്, എന്താണ് ഒരു ഓഫർ എന്നൊക്കെ. ദൈവത്തിന്റെ ഓഫർ, ദൈവത്തിന്റെ മെസ്സേജ്, അതാണ് ഖുർആൻ. അള്ളാഹുവിന്റെ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, പടച്ചതമ്പുരാന്റെ സമ്മാനമാണ് ഖുർആൻ. മാനവരാശിയോട് സംസാരിക്കുന്നു. ഖുർആനിലെ എത്ര വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ നോക്ക്. يا أيها الإنسان ما غرك بربك الكريم يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فلينظر الإنسان إلى طعامه أن سببنا الماء سبا ثم شققنا الأرض شقا فأنبتنا فيها هبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. വിശുദ്ധ ഖുർആൻ അങ്ങനെയാ പറയും. ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. 86-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനം. മനുഷ്യരെ, നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യരെ, മുസ്ലിങ്ങളെ എന്ന് ഖുർആൻ വിളിച്ചില്ല, മനുഷ്യരെ എന്ന് വിളിച്ചു. അതിൽ തൊഴിലാളി, മുതലാളി, പണക്കാരൻ, പണിക്കാരൻ എല്ലാവരും വന്നു കഴിഞ്ഞു. ആരെയും വേർതിരിക്കേണ്ടതില്ല, ഇന്നെന്ന ആളെന്നില്ല. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി. 84-ാം അധ്യായം, 80-ാം അധ്യായം സൂറത്ത് അബസ 24-ാമത്തെ വചനം. ഈ വചനത്തിൽ പറയുന്നത്, നിങ്ങൾ മനുഷ്യരെ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ ഇൻസാൻ എന്ന് പറഞ്ഞൊരു അധ്യായം, ഇൻസാൻ, അന്നാസ് എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ട് ഞാൻ പറഞ്ഞു. ഇൻസാൻ എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ട് ഖുർആനിൽ. 76-ാം അധ്യായം, 76-ാം അധ്യായം ഇൻസാൻ, സൂറത്ത് ദഹർ, 2 പേരിലാണ് അത് അറിയപ്പെടുന്നത്. 76-ാം അധ്യായം. ആ അധ്യായത്തിൽ പറയുന്നത് എന്തറിയോ? അവിടെ മനുഷ്യരെ, നിങ്ങൾക്ക് പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ കഴിഞ്ഞു പോയിട്ടില്ലേ? ഇങ്ങനെ മനുഷ്യരെ മനുഷ്യരെ എന്ന് വിളിക്കുന്നു ഖുർആൻ. യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ യാ അയ്യുഹന്നാസ് ഖുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ കാന അന്നാസു ഉമ്മത്തൻ വാഹിദ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസഅലൂന ബിഹി വൽഅർഹാം ഇന്നല്ലാഹ കാന
കാന അലൈക്കും റഖീബ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശൂബൻ വകബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അങ്ങനെ മനുഷ്യരെ 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 നാം ഒന്നാണ് എന്ന് വിളിക്കുന്ന ഖുർആൻ. ഖുർആനിന്റെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആന്റെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആന്റെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആന്റെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആന്റെ 49-ാം അധ്യായം 13-ാമത്തെ വചനം, ഖുർആന്റെ 85-ാം അധ്യായം 86-ാം അധ്യായം 5-ാമത്തെ വചനം, ഖുർആന്റെ 82-ാം അധ്യായം 6-ാമത്തെ വചനം. എത്ര മനോഹരമാണ്, എത്ര ശ്രേയസ്കരമാണ്. മനുഷ്യരെ മനുഷ്യരെ എന്ന് വിളിക്കുന്ന ഇസ്ലാമിന്റെ ഖുർആനിന്റെ ഈ പ്രത്യേകത ആർക്ക് നിഷേധിക്കാൻ കഴിയും? ആർക്ക് തള്ളിക്കളയാൻ കഴിയും? മഹാനായ അബുൽ കലാം ആസാദ്, ഇന്ത്യയിലെ അറിയപ്പെട്ട സ്വാതന്ത്ര്യ നായകന്മാരിൽ അഗ്രേശ്വരൻ. അബുൽ കലാം ആസാദിനോട് ഒരിക്കൽ ഒരു മുസ്ലിം സുഹൃത്ത് ചോദിച്ചത്രേ, അല്ലയോ ആസാദ്, അങ്ങ് ഇസ്ലാമിന്റെ ഫ്രാറ്റേണിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നല്ലോ, എവിടെയാണ് ഇസ്ലാമിന്റെ ഫ്രാറ്റേണിറ്റി? ഇസ്ലാമിന്റെ സാഹോദര്യം എവിടെയാണ്? ആസാദിന്റെ ഡ്രൈവറുടെ കൂടെ ആസാദ് സഞ്ചരിച്ചു. ഉന്നത കുലജാതൻ, വെളുത്ത സുമുഖൻ, സുന്ദരൻ, മഹാജ്ഞാനി, അഡ്വക്കേറ്റ്, അറിയപ്പെട്ട ചിന്തകൻ, എഴുത്തുകാരൻ, അങ്ങനെ പ്രമുഖനായ ഒരു വ്യക്തി. ആ വ്യക്തി ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ വരുന്നു. ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഡ്രൈവർ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിസ്കരിക്കുന്നു. ആ ഡ്രൈവറുടെ കാൽ കീഴിൽ ആസാദ് ശിരസ് വെക്കുന്നു. ഇസ്ലാമിന്റെ ഫ്രാറ്റേണിറ്റി അദ്ദേഹം ബോധ്യപ്പെടുന്നു മുസ്ലിമിനെ. ഞാൻ പറയുന്നത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇസ്ലാമിന്റെ ഫ്രാറ്റേണിറ്റി അതാണ്. ഇസ്ലാമിൽ 1-ാമത്തെ സ്റ്റെപ്പിൽ ഒരാൾ വന്നു നിന്നാൽ രാജാവ് വരുന്നുണ്ട്, ഇല്ല, ചാൻസ് ഇല്ല. ഏതൊരടിമയാണോ റോട്ടിൽ പണിയെടുക്കുന്നവനാണോ, മാർക്കറ്റിൽ പണിയെടുക്കുന്നവനാണോ, പാടത്ത് പണിയെടുക്കുന്നവനാണോ, അവനാണ് സ്ഥാനം. അല്ലാതെ നേതാക്കന്മാർക്ക് വേണ്ടി, ഉന്നത കുലജാതർക്ക് വേണ്ടി നട തുറക്കുകയും പാവപ്പെട്ടവർക്ക് വേണ്ടി നടയടയ്ക്കുകയും ചെയ്യുന്ന സമ്പ്രദായം ഇസ്ലാമിനില്ല. ഇസ്ലാമിന്റെ പ്രത്യേകതയാണത്. ഇസ്ലാം എന്ന ദൈവിക മതത്തിന്റെ മാഹാത്മ്യമാണത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ നമ്മുടെ 1-ാമത്തെ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. നാം ഒന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ അങ്ങനെയാണ് മനുഷ്യനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. മനുഷ്യർ ഒന്നാണ്, മനുഷ്യർ സഹോദരങ്ങളാണ്. ഇനി ഒരാൾ ഇസ്ലാം ആകുന്നതോടുകൂടിയോ, മനുഷ്യകുലത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാം ആകുന്നതോടുകൂടെ വീണ്ടും അയാൾ കുറെ കൂടെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. മൊത്തത്തിൽ ഇപ്പോൾ എല്ലാവരെയും നമുക്ക് മനുഷ്യരായി കാണാൻ കഴിയും, എല്ലാവരെയും നമുക്ക് മനുഷ്യരായി വിലയിരുത്താൻ കഴിയും, എല്ലാവരെയും നമുക്ക് മനുഷ്യരായി മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞ ഒരാൾ മുസ്ലിം ആകുന്നതോടുകൂടെ കുറെ കൂടെ ഉന്നതമായ ഒരു ബന്ധം ഉണ്ടാവുക. അപ്പൊ മനുഷ്യരെന്ന നിലയിൽ നിങ്ങൾക്കറിയാലോ, മുസ്ലിങ്ങളെ കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയും. അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിനക്കുണ്ടാവട്ടെ. കാരണം എന്താണ്? അള്ളാഹുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവനോടെ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ശ്രീരാമനെ ദൈവമായി അംഗീകരിക്കുന്ന ഒരാളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തന്നെ അവന്റെ ആദർശത്തിനെതിരാണത്. യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുത്തനോടോ അല്ലെ ശ്രീരാമനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുത്തനോടോ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ, ശ്രീരാമനെ ദൈവമായി അംഗീകരിച്ച് ശ്രീരാമനെ ആരാധിക്കുന്നവരോട് ശ്രീരാമന്റെ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ എന്നല്ലേ പറയേണ്ടത്? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചവരോട് മാത്രമുള്ള ഒരു മര്യാദയായി സലാമിനെ ഇസ്ലാം പരിമിതപ്പെടുത്തിയത് കൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്ന ഒരു വല്ലാത്ത ബന്ധം, ഒരു ക്രിസ്ത്യാനിക്കും ഇല്ലാത്ത ബന്ധം, ഒരു ഹൈന്ദവനും ഇല്ലാത്ത ബന്ധം, ഒരു മജൂസിക്കും ഇല്ലാത്ത ബന്ധം, ഒരു മുസ്ലിമിന്റെ ഇടയിൽ ഉണ്ടാകുന്ന മൗലികമായ ബന്ധം എത്ര ശ്രേയസ്കരമാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ മിത്രങ്ങളാണ്, നിങ്ങൾ ശത്രുക്കളാണെന്നല്ല പറഞ്ഞത്. നിങ്ങൾ മിത്രങ്ങളാണ്. ആദർശപരമായ എന്തൊക്കെ വിയോജിപ്പുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ഒരേ കിബിലയിലേക്ക് തിരിയുന്നവർ, ഒരേ വേദഗ്രന്ഥം അംഗീകരിക്കുന്നവർ, ഒരേ പ്രവാചകനെ സ്വീകരിച്ചവർ, ഒരേ ആദർശത്തിന്റെ കുടക്കീയിൽ ജീവിക്കേണ്ടവർ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. നിങ്ങൾ പരസ്പരം മിത്രങ്ങളാണ്. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ സുൽഹുണ്ടാക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. 49-ാം അധ്യായം 10-ാമത്തെ വചനം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹ്മാഹു ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. ഖുർആനിലെ 48-ാം അധ്യായം സൂറത്ത് ഫതഹ് 29-ാമത്തെ വചനമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹ്മാഹു ബൈനഹും. നിങ്ങൾക്ക് ശിദ്ദത്തുണ്ട് ആരോട്? അവിശ്വാസത്തോട്, കുഫറിനോട്, കാഫിറുകളോട്. പക്ഷേ നിങ്ങൾക്കിടയിൽ റഹമാഹു ബൈനഹും, നിങ്ങൾ വളരെ ഇണക്കത്തിലാണ്, ദയാലുക്കളാണ്. അപ്പൊ അങ്ങനെ ഒരു ഉന്നത വിധാനത്തിലേക്ക് വീണ്ടും ഒരു മനുഷ്യകുലത്തിൽ നിന്ന് ഒരാൾ മുസ്ലിം ആകുന്നതിനോടുകൂടെ കുറെ കൂടെ ഐക്യത്തിന്റെ, അവന്റെ രക്തം, അഭിമാനം, അവന്റെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒരു മൗലികതയിലേക്ക് അവൻ വളരുകയാണ്.
ഇനി നമുക്കിവിടെ പരിശോധിക്കാനുള്ള വളരെ പ്രധാനമായ മറ്റൊരു കാര്യം, നമ്മുടെ ആരാധ്യൻ. എനിക്ക് ഇവിടെ സ്വീകരിച്ച തലക്കെട്ടിനോട് ഒരു ആദരവ് തോന്നുന്നു. എന്താ ആദരവ് എന്ന് ചോദിച്ചാൽ, സാധാരണ നാം ഒന്ന് നമ്മുടെ ദൈവം ഒന്ന് എന്നാണ് സാധാരണ പറയാം. അതല്ല, നമ്മുടെ ആരാധ്യനൊന്ന്. ദൈവം ഒന്നാന്ന് എല്ലാവരും പറയും. ഏതെങ്കിലും ഒരു ഹിന്ദു സന്യാസിയെ നമ്മൾ ക്ഷണിച്ചാൽ